ഈ മുതല അപ്രതീക്ഷിതമായിട്ട് ഈ മനുഷ്യനെ ആക്രമിക്കുകയാണ്. ആക്രമണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷ്യസ് ആയിട്ടുള്ള അറ്റാക്ക്. അയാളുടെ തൊടയില് വളരെ ആഴത്തിൽ കടിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ഈ മുതല വെള്ളത്തിലേക്ക് വലിച്ചോണ്ട് പോവുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സ്റ്റീവ് ഇർവിൻ ഈ മുതലയുടെ മുകളിലേക്ക് ചാടി വീഴുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റീവ് ഇർവിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ വളരെ ബ്രേവും ധൈര്യശാലിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നും നോക്കാതെ തന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ മുതലയുടെ മുകളിലേക്ക് ആ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സ്റ്റീവ് ചാടി വീഴുന്നത്. എന്തായാലും ഈ സമയം കൊണ്ട് തന്നെ മുതലയുടെ വായിൽ നിന്നും എങ്ങനെയൊക്കെയോ തട്ടി നീങ്ങി നിരങ്ങി ആ മനുഷ്യൻ രക്ഷപ്പെട്ട് ഒരു മതിൽ അല്ലെങ്കിൽ ഒരു വേലി ചാടി പോകാൻ തീരുമാനിക്കുക. ആ സമയത്ത് എന്നിട്ടും മുതല അയാളെ പിന്തുടർന്ന് വരിക. ഈ സമയത്താണ് സ്റ്റീവ് ഇർവിന് കയ്യിരുന്ന സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു മരക്കഷ്ണം എടുത്ത് മുതലയുടെ ഉണ്ണാക്കിൽ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ കടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും ആ ഒരു വലിയ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഏകദേശം 187 സ്റ്റിച്ചുകൾ, 187 തുന്നലുകൾ വേണ്ടി വന്നു ഈ കടിച്ച ഭാഗം ഉണ്ടല്ലോ, മുതല കടിച്ച ഭാഗം തിരിച്ച് തുന്നിച്ചേർത്ത് നേരെയാക്കാനായിട്ട്. പക്ഷെ ജീവൻ തിരിച്ചു കിട്ടി. ഫുൾ റിക്കവറി ഈ പുള്ളിക്കാരൻ നടത്തി. അദ്ദേഹത്തിന്റെ പഴയ ജോലിയായ മുതലയെ പരിപാലിക്കലിലേക്ക് പുള്ളിക്കാരൻ പോയി. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട പേര് സ്റ്റീവ് ഇർവിന്റെയാണ്. അദ്ദേഹത്തിന്റെ ബ്രേവറി, ധൈര്യം ഉണ്ടല്ലോ, ആ സമയത്ത് എടുത്ത സമയോചിതമായ തീരുമാനങ്ങൾ ഇല്ലാരെങ്കിൽ തീർച്ചയായിട്ടും ഈ പുള്ളിക്കാരൻ ആ മുതലയ്ക്ക് ഭക്ഷണമായി തീരുന്നതാണ്. പക്ഷേ ഇത്രയും ധൈര്യശാലിയായി ഇത്രയും ബ്രേവായിട്ടുള്ള നമ്മുടെ സ്റ്റീവ് ഇർവിന്റെ ജീവൻ എടുത്തതും ഇതുപോണക്ക് ധൈര്യത്തോടെ ഒരു പ്രവൃത്തി ചെയ്ത സമയത്താണ്. കാരണം സ്റ്റിംഗ്രേ ഉണ്ടല്ലോ, നമ്മുടെ തെരണ്ടി എന്ന് പറയും, ആ തെരണ്ടിയുടെ വാലിന്റെ വിഷമുള്ള മുള്ള് ചങ്കിൽ തറച്ചു കയറിയാണ് നമ്മുടെ സ്റ്റീവ് ഇർവിൻ മരിച്ചു പോയത്.